ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഞാനൊരു ആൺകുട്ടി, എല്ലാവരും നമ്മൾ ഈ തൃശ്ശൂർ മൃഗശാലയിലേക്ക് ഇപ്പോൾ എന്താ പറയുക, ഇവിടെ ഇല്ലാത്ത ഒരു സംഭവം ദിനോസർ വന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ എത്തി നോക്കൂലേ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും വന്നിക്കാം. ഒരു ആൺകുട്ടി വന്നിട്ടുണ്ട് ഡ്രസ്സ് ചെയ്തിട്ട്. അപ്പം എന്നെ ഇങ്ങനെ ഒരു ദിനോസറിനെ കാണുന്ന പോലെ ഇങ്ങനെ വന്ന് കാണാതിരിക്കുക. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയപ്പോൾ എന്നോട് ചോദിച്ചത് എന്താണെന്നറിയോ, എന്താ പഠിച്ചേക്കണത്, ഭരതനാട്യം എന്താ അറിയാം. എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിന് വന്ന എല്ലാവരും ഭരതനാട്യം ഐറ്റംസ് മാത്രമല്ല കളിച്ചിരിക്കണേ, അന്ന് സിനിമാ പാട്ട് വെച്ച് കളിച്ച ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വർണ്ണമാണ്. വർണ്ണം അറിയുമോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ ശങ്കരാഭരണം വർണ്ണം കലാലയത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പാട്ട് അറിയുമോ എന്ന് ചോദിച്ചു. കുറച്ചറിയാം. ഇന്ന് നിങ്ങളോട് പറഞ്ഞ പോലെയല്ല, അന്ന് ഇത്തിരി നുണ പറഞ്ഞു കേട്ടോ. കാരണം ഞാൻ അത്ര വലിയ പാട്ടുകാരനല്ല എന്ന് അന്ന് ഒന്നും പഠിച്ചു. പക്ഷേ ഈ ഒരു സാറിൻ്റെ അടുത്ത് ഇതിന് വേണ്ടി പോയി പഠിച്ചിരുന്നു. അത് പാടി, നിന്നു കോരി എന്ന് പറഞ്ഞ കൃതിയാണ് ഞാൻ പാടിയത്. അപ്പോൾ അതിൽ കുഴപ്പമില്ല. മുദ്രയല്ല ടീച്ചർ, ഞാൻ വിനിയോഗം പഠിച്ചു തന്നു. വിനിയോഗം എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ് സ്റ്റേജാണ്. അന്നന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. പതാക വിനിയോഗം ഞാൻ അന്നേ കാണിച്ചു തന്നു. നാട്യാരംഭയോ അരിവാക്കിയെന്നു. എൻ്റെ ഇൻ്റർവ്യൂവിന് വന്ന ആരും തന്നെ, അന്ന് ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ആരും തന്നെ ഇത്രയും ആൻസർ ചെയ്തിരുന്നില്ല. അപ്പോൾ അവർക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കാരണം 6 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ തന്നെയാണ് എന്നോട് പറഞ്ഞത്, സുനിലിനെ ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ തോൽപ്പിക്കാതിരിക്കുകയായിരുന്നു. കാരണം ഈ തലവേദന എങ്ങനെയെങ്കിലും അവരെ കുറ്റമല്ല,